ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ബിഗിനേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ബ്രേക്കും ആക്സിലറേഷനും. പ്രത്യേകിച്ച് ഇറക്കത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യില്ല. ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ബ്രേക്ക് നമുക്ക് ഇറക്കത്ത് ആവശ്യമുണ്ടെന്നറിയാം, പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ ബ്രേക്ക് പെഡലെ കാലെടുത്ത് വെക്കത്തില്ല. അതിന് പകരം ആക്സിലറേഷൻ പെഡലെ കാലിങ്ങനെ വെച്ചേക്കും. എന്നിട്ട് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കൂടി അങ്ങ് പോയി കഴിയുമ്പോൾ വണ്ടി കൈവിട്ടു പോയി എന്ന് ഉള്ള ഒരു ചിന്ത വരുമ്പോഴാണ് പെട്ടെന്ന് ആക്സിലറേഷൻ പെഡലയിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും. ചവിട്ടുന്ന സമയത്ത് വണ്ടി എന്ത് ചെയ്യും? എഞ്ചിനടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് വലിയ അപകടമാണ്. ഇനി അതുപോലെ തന്നെ ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അതായത് നമുക്ക് ഇറക്കത്ത് ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പം മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലയക്കത്തില്ല. കാരണം ഇറക്കത്ത് വണ്ടി വല്ലാത്ത സ്പീഡിൽ പോകുമെന്നുള്ളൊരു പേടിക്ക് തന്നെ ഈ ബ്രേക്കിൽ തന്നെ അങ്ങ് ചവിട്ടി പിടിക്കും. ചവിട്ടി അളവ് കൂട്ടി അങ്ങ് ചവിട്ടി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. അപ്പം നിങ്ങൾക്ക് ഒരു ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ബ്രേക്കും ആക്സിലറേഷനും ഒപ്പം നമുക്ക് ക്ലച്ചും കൃത്യമായിട്ട് യൂസ് ചെയ്യാം, അതിനെന്ത് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ആ മെയിൻ പോയിന്റ് പറയാം, അതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളൊരു ഇറക്കത്തെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കും ആക്സിലറേഷനും അഡ്വാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി ഇറക്കത്ത് പോകുന്ന സമയത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടിയുടെ സ്പീഡ് കൂടുമെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചു നേരത്തെ തന്നെ ബ്രേക്ക് പെഡലിലേക്ക് പതിയെ കാലെടുത്ത് വെക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യരുത്, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. കാരണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ പതിയെ കാലെടുത്ത് വെക്കുകയാണ്. അവിടെ ചവിട്ടുന്ന അളവ് കൂടി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. എന്ത് ചെയ്യണം? അപ്പം അഡ്വാൻസ് ആയിട്ട് കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊള്ളിച്ചൊന്ന് കാല് വെച്ചേക്കുക. എന്നിട്ട് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട് എന്ന് തോന്നിയാൽ പതുക്കെ നിങ്ങൾ ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, നമ്മൾ ഇറക്കത്ത് ഇറങ്ങിപ്പോകുന്ന ഗിയർ ഏതാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാൻ, നമ്മളൊരു ഫസ്റ്റിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ചെറിയ ഇറക്കമാണ്, നമ്മൾ വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇട്ടു പോകുന്നു. തേർഡ് ഗിയറിലേക്ക് ഇട്ടാണ് നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് പരമാവധി പോകാതിരിക്കുക. കാരണം തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ വണ്ടിയുടെ ഒരു വേഗത ഒരു 35 അല്ലെ ഒരു 30 കിലോമീറ്റർ വേഗതയെങ്കിലും വേണം. അപ്പോൾ ആ വേഗത മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇറക്കത്തിറങ്ങി പോകുമ്പോൾ ഒരു വീതി കൂടിയ റോഡാണ്, ഇറക്കമാണ്, ഓപ്പോസിറ്റ് മറ്റ് വണ്ടികളില്ലെങ്കിൽ തേർഡ് ഗിയറിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കിങ്ങിനെ ഒന്ന് കൊള്ളിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും വണ്ടി ഉരുണ്ടു പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടുമ്പോൾ വീണ്ടും പതിയെ ഒന്ന് കൊള്ളിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ അയക്കുക. അതായത് ഒന്ന് പമ്പ് ചെയ്ത് ഒരു തേർഡ് ഗിയറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു 30-35 കിലോമീറ്റർ വേഗത നിലനിർത്തി വീതി കൂടിയ ഇറക്കങ്ങളിലാണെങ്കിൽ പമ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കം ഇറങ്ങിപ്പോകാം. എന്നാൽ നിങ്ങൾ പോകുന്നത് അത്യാവശ്യം വീതി കുറഞ്ഞ ഒരു റോഡാണ്, നിങ്ങൾ പോകുന്ന ഗിയർ ഒരു സെക്കൻഡ് ഗിയർ ആണ്. കാരണം ഒരു കാരണവശാലും നമുക്ക് ഇറക്കത്തെ തേർഡ് ഗിയറിൽ ഇറങ്ങി പോകാൻ കഴിയത്തില്ല. കാരണം വീതി കുറവാണ്, വണ്ടിയുടെ വേഗത കൂടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു സെക്കൻഡ് ഗിയർ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കൊള്ളിച്ച് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് അയച്ചാലും വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകത്തില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒന്ന് കൊള്ളിച്ച് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമ്മുടെ വണ്ടി എഞ്ചിൻ ഇടിക്കാതെ നമുക്ക് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഒരു ഇറക്കത്ത് ഇറങ്ങിപ്പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അഡ്വാൻസ് ആയിട്ട് ബ്രേക്ക് വരിക, ഒന്ന് ബ്രേക്ക് കൊള്ളിച്ച് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യാനുസരണം അയച്ചു കൊടുക്കുക, വീണ്ടും ബ്രേക്ക് ചെയ്യുക, ഹാർഡ് ബ്രേക്കിങ്ങിലേക്ക് പോകാതിരിക്കുക. ഇനി നമ്മൾ ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ടത്? ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു വീതി കൂടിയ റോഡിൽ ഒരു ഇറക്കം ഇറങ്ങി പോകുന്നു, നല്ല റോഡാണ്, സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടികളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ബ്രേക്ക് മാത്രം മതി, ബ്രേക്ക് കൊള്ളിച്ച് ചെയ്ത് പോയാൽ മതി. പക്ഷെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, നമ്മുടെ വണ്ടി റോഡിൽ നിന്ന് കുറച്ചിറങ്ങി സൈഡിലേക്കൊന്ന് മാറ്റി ഒതുക്കി നിന്നിട്ട് കയറി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ സൈഡിൽ ഒരു ഗട്ടറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തേർഡിലാണ് വരുന്നതെങ്കിൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വീണ്ടും
ക്ലച്ച് നയിച്ച് ചിലപ്പോൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ചെറിയ ഗട്ടർ ഉണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും റോഡിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ അവിടെ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടാനും പാടില്ല. കാരണം ചെറിയ ഗട്ടർ ഉള്ള ഒരു ഭാഗത്ത് ആയിരിക്കും നമ്മുടെ ടയർ കിടക്കുന്നത്. അവിടുന്ന് നമ്മൾ ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുന്നത് ഇറക്കത്തുള്ള റോഡിലാണ്. അപ്പം ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ നമ്മുടെ കാല് ബ്രേക്കിലേക്ക് വരിക, ഒപ്പം തന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ചവിട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് വളരെ റെയറായിട്ട് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇറക്കത്ത് എപ്പോഴാണ് ക്ലച്ചിൻ്റെ യൂസ് വരുന്നത്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇറക്കത്ത് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത് നമ്മളുടെ വാഹനം തീർത്തും സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു തേർഡ് ഗിയറിൽ ഒരു 30-35 കിലോമീറ്റർ വേഗതയിൽ ചെറിയ ഇറക്കത്ത് ഇറങ്ങി പോവുകയാണ്, വീതി കുറഞ്ഞ ഒരു റോഡിൽ ഇറക്കം ഇറങ്ങി പോവുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓപ്പോസിറ്റ് 1-2 വണ്ടികൾ വരുന്നു, കയറി വരികയാണ്. അപ്പം നമുക്ക് 2 വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത നമുക്ക് തീർത്തും സ്ലോ ചെയ്യേണ്ടി വരും. 30 കിലോമീറ്റർ അല്ലെങ്കിൽ 35 കിലോമീറ്റർ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു 20 കിലോമീറ്ററിന് താഴോട്ട് വരുന്ന ഒരു സന്ദർഭം വരും. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി പിടിക്കണം. അഥവാ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് വേഗതയെ നമ്മൾ തീർത്തും കുറയ്ക്കുകയാണ്. ഒരു 20 കിലോമീറ്റർ വേഗതയ്ക്ക് താഴേക്ക് വരുന്നു. എന്നിട്ട് ആ ഒരു വാഹനം അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏതാണോ അത് അവിടെ ഒഴിവായി വീണ്ടും റോഡ് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് ആദ്യം കാല് ഒന്ന് അയക്കുക. എന്നിട്ട് വണ്ടി മൂവായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അങ്ങനെ ഏതൊക്കെ സന്ദർഭങ്ങൾ നമുക്ക് വരുന്നു, ഉദാഹരണം പറയാം, നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടാം. ഇനി അതുപോലെ തന്നെ നമ്മൾ വണ്ടിയായിട്ട് ഒരു 30 കിലോമീറ്റർ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോഴും നമുക്ക് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇറക്കത്തെ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെ ഒരു യൂസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി അതുപോലെ ഒരു സംശയം കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. ഇറക്കത്ത് നമുക്ക് ഏതൊക്കെ ഗിയറാണ് യൂസ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. വീതി കൂടിയ റോഡ് ചെറിയ ഇറക്കമാണെങ്കിൽ നമുക്കൊരു തേർഡ് ഗിയറിൽ പോകാം. ഇനി ഇറക്കത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകാം. നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ്, അതായത് നല്ല ഹില്ലേരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഇറക്കം ഇറങ്ങുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് ഇനി എന്താണ് സംശയമുള്ളത് അതും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക, ഞാൻ വീഡിയോകളായിട്ട് ചെയ്തുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.